ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചിക്കൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനായി 1/2 കിലോ ചിക്കൻ കഴുകിയതിനു ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ടതിനു ശേഷം നന്നായി കുഴച്ചെടുക്കണം. അതിനുശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കേണ്ടതാണ്. പാത്രത്തിൽ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ മസാല പുരട്ടിയ ചിക്കൻ അതിലേക്കിട്ട് വറുക്കണം. രണ്ട് സൈഡും വേവിച്ചെടുത്തതിന് ശേഷം ചിക്കൻ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് എന്നിവ ചതച്ചു വെച്ചിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് 1 പിടി വേപ്പില ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് ഒന്നുകൂടി ചതച്ചെടുക്കണം. നേരത്തെ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ സ്വല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചതച്ചു വെച്ച വേപ്പില മിക്സ് ഒരു 5 മിനിറ്റ് വഴറ്റണം. വളരെ ചെറിയ തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. 5 മിനിറ്റ് നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് എന്നിവ ഇട്ട് നന്നായി യോജിപ്പിക്കണം. അതിലേക്ക് നേരത്തെ വറുത്തു മാറ്റി വെച്ച ചിക്കൻ ഇട്ട് യോജിപ്പിക്കണം. ഒപ്പം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 സബോള ബ്രൗൺ നിറത്തിൽ വറുത്തതും 1 ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയതും ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം. കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാം. നല്ല സ്വാദുള്ള സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.